മൂന്നാമതും തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള LDFന്റെ പ്രകടന പത്രികയും പുറത്തിറങ്ങിക്കഴിഞ്ഞു. 60 പദ്ധതികൾ നടപ്പാക്കുമെന്നുള്ള രീതിയിലുള്ള പത്രികയാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് നമുക്കൊന്ന് വേഗത്തിൽ ഇപ്പം അറിയാം, മുഖ്യമന്ത്രിയുടെ സംവാദം എല്ലാ ജില്ലകളിലും സംവാദം നടത്തിയ ശേഷമാണ് 60 പരിപാടി പ്രഖ്യാപിച്ചതെന്നാണ് LDFന്റെ പ്രകടനത്തിൽ പറയുന്നത്. കഴിഞ്ഞ 2 സർക്കാരുകളുടെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്തും വിവിധ രംഗങ്ങളിൽ സർക്കാർ എവിടെയാണ് നിൽക്കുന്നത് അതിനൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉൾപ്പെടെയാണ് പ്രകടനത്തിൽ ഇറക്കിയിരിക്കുന്നത്. ആദ്യത്തെ 15-16 പേജുകളോളം ഈ റിപ്പോർട്ടാണ് വരുന്നത്, സർക്കാർ നേട്ടങ്ങളും വികസനങ്ങളും വരുന്നത്. അതിനുശേഷമാണ് പ്രത്യേക പരിപാടി പറഞ്ഞു പോകുന്നത്. അതിലാദ്യത്തത് കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുമെന്ന്. ഇപ്പം നമുക്കറിയാം, അതിദാരിദ്ര്യമുക്ത കേരളം എന്നുള്ള വലിയൊരു പദ്ധതി നടപ്പിലാക്കിയിട്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് സർക്കാർ പറയുന്നത്. പിന്നെ വരുന്നത് ആരോഗ്യകരമായ വാർദ്ധക്യം, കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ പരിരക്ഷ തുടങ്ങിയ പദ്ധതികളാണ് വരുന്നത്. അതുപോലെ എടുത്തു പറയേണ്ടതാണ്, കേരളത്തിൽ പഠിച്ചാൽ ജോലി ഉറപ്പെന്ന് പറഞ്ഞ് പഠനം പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉറപ്പാക്കുമെന്നുള്ള ഒരു കാര്യം പ്രകടന പത്രികയിൽ പറയുന്നത്. വലിയ പ്രഖ്യാപനമാണത്. വിവിധ ക്യാമ്പസുകളിലെ തൊഴിലുകളുമായി ബന്ധപ്പെടുത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ മുൻകൈയിൽ നടത്തിയ പരിശീലനത്തിന്റെ നേട്ടമായാണ് ഇത് കണക്കാക്കുന്നത്. അത് വലിയൊരു പ്രഖ്യാപനമാണ്. എന്തായാലും പഠിച്ചാൽ അത് ജോലി പ്രശ്നം, തൊഴിലില്ലായ്മ വളരെ വലിയ ആളുകൾ ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രശ്നമാണ് കേരളത്തിൽ. വലിയ പരിഹാരം സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോളേജുകളിൽ സംരംഭകത്വ പ്രോത്സാഹനത്തിനായി ഹാക്കത്തോണുകളും ഇൻക്യുബേറ്ററുകളും സംഘടിപ്പിക്കും. വിദ്യാർത്ഥി പ്രതിഭകളെ സർക്കാർ പ്രൊജക്ടുകൾ പങ്കാളികളാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ നിന്ന് ഉൽപ്പാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും ഒരു പ്രത്യേക കമ്പനിക്ക് രൂപം നൽകും എന്നും പിന്നെ LDFന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. സ്ത്രീകളിൽ 50% പേർക്കും ജോലി ഉറപ്പുവരുന്ന ഒരു വലിയ ഒരു വാഗ്ദാനം കൂടി ഇടതുപക്ഷം നൽകുന്നുണ്ട്. തൊഴിൽ പ്രായത്തിലുള്ള സ്ത്രീകളിൽ 30% താഴെ മാത്രമേ വീടിന് പുറത്തേക്ക് ജോലിക്ക് നിലവിൽ പോകുന്നുള്ളൂ. ഇത് 50% ഉയർത്തും. ഇതിന് കുടുംബശ്രീയും തദ്ദേശഭരണ സ്ഥാപനങ്ങളും നേതൃത്വം നൽകും. സംരംഭകർ പ്രാദേശിക തൊഴിലുകൾ സ്ത്രീകളെ തിരഞ്ഞെടുത്താൽ അവർക്കുള്ള നൈപുണ്യ പരിശീലനം തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ നൽകും. യാത്രാ സുരക്ഷ, കുട്ടികൾക്ക് ആഫ്റ്റർ സ്കൂൾ കെയർ, ഗാർഹിക ജോലിഭാരം കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമായ സാമൂഹ്യ പിന്തുണ കുടുംബശ്രീ ഉറപ്പുവരുത്തുന്ന നിലയിലാണ് ഈ വാഗ്ദാനം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് ബാക്ക് ടു ക്യാമ്പസ്, അതായത് തൊഴിൽ പരിശീലനം ഉറപ്പാക്കുമെന്നുള്ളത്. പഠനം പൂർത്തീകരിച്ച് അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ മേഖലകളിലൂടെ തൊഴിൽ നൽകുന്ന പരിപാടി ഊർജിതപ്പെടുത്തുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. തൊഴിലുറപ്പിനെ തകർക്കാനുള്ള നീക്കങ്ങളെ കുറെ കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നതാണ് കേന്ദ്രത്തിന്റെ ചില നടപടികൾക്കെതിരെ. അതെന്തായാലും അതിനെ പ്രതിരോധിക്കും, ആ നീക്കത്തെ എന്തായാലും കേരളം പ്രതിരോധിക്കും എന്നുള്ളതും പ്രകടന പത്രികയിൽ എടുത്തു പറയുന്നുണ്ട്. പിന്നെ വ്യവസായവൽക്കരണ കുതിപ്പും പൊതുമേഖലയെ വിപുലപ്പെടുത്തുന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വിശദമായ കാര്യങ്ങൾ പ്രകടനത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ടൂറിസം വളർച്ചയുടെ ചലശക്തി. ടൂറിസം രംഗത്തെ സർക്കാർ കഴിഞ്ഞ 2 സർക്കാരുകളായിട്ട് പിന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. കോവിഡ് കാലത്തിന് ശേഷം ടൂറിസം മേഖല കേരളത്തിൽ വലിയ 2031 ആകുമ്പോഴേക്കും 5 കോടി ആഭ്യന്തര ടൂറിസ്റ്റുകളെയും 15 ലക്ഷം വിദേശ ടൂറിസ്റ്റുകളെയും കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നാണ് അതാണ് പറയുന്നത്. പിന്നെ മിഷൻ 10 ലക്ഷം തൊട്ട് 1 ലക്ഷം നാനോ മൈക്രോ സംരംഭങ്ങളെ ശരാശരി 1 കോടി രൂപ വിറ്റുവരവുള്ള സംരംഭം. എനിക്കൊന്ന് UDFന്റെ പ്രകടനത്തിൽ സമാനമായി വരുന്നുണ്ട്. 2 പേരും ഏകദേശം സമാന പത്രികയിലേക്ക് പ്രധാന വാഗ്ദാനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇതുപോലെ 1000 ചെറുകിട സംരംഭങ്ങളെ 100 കോടി വിൽപ്പനയുള്ള കമ്പനികളെ വളർത്തുന്നുള്ള മിഷനും തുടരും. ഇതാണ് എനിക്ക് UDFന്റെ പ്രകടനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ പരമ്പരാഗത വ്യവസായങ്ങളുടെ നവീകരണവും വൈവിധ്യവൽക്കരണവും ഇടതുപക്ഷം നൽകുന്നുണ്ട്. കാർഷിക ഉൽപാദനക്ഷമത ദേശീയ ശരാശരിയിലേക്ക് ഉയർത്തുമെന്ന് ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. മൂല്യവർദ്ധന ശൃംഖലയിൽ കൃഷിക്കാരുടെ വിഹിതം ഉയർത്തുന്നുണ്ട്. തോട്ടവിളകൾക്ക് പുതിയ കർമ്മ പരിപാടി പറയുന്നുണ്ട്. അതെ, മനുഷ്യ വന്യജീവി സംഘർഷം, അതായത് മനുഷ്യജീവി സംഘർഷ ലഘൂകരണത്തിന് നിയമ ഭേദഗതി കൊണ്ട് അത് അനിവാര്യമാണ്. അതുകൊണ്ട് വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ നിലനിർത്താൻ ആവശ്യമായ വെള്ളവും ഫലവൃക്ഷങ്ങളും വനത്തിനുള്ളിൽ ഉറപ്പുവരുത്തുമെന്നും അതുകൊണ്ട് തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പത്രികയിൽ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ ജലസേചനം പുതിയ കാഴ്ചപ്പാട്, അതായത് ജലത്തിന്റെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുക, വിതരണ നഷ്ടം കുറയ്ക്കുക, വിവിധ ആവശ്യങ്ങൾക്കായി നീതിയുള്ള വിഭജനം ഉറപ്പാക്കുക തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുമെന്നും പത്രികയിൽ പറയുന്നുണ്ട്. പാലിൽ സ്വയം പര്യാപ്തത, പാൽ ഉൽപാദനം ഗണ്യമായി ഉയർത്തുന്നതിനുള്ള ഉൾകൃഷിയും ഫീഡ് സൈലേജ് സാങ്കേതിക വിദ്യയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കടലിന്റെ മക്കൾക്ക് പിന്നെ പാലിന്റെ പറയുമ്പോൾ നമ്മൾ എല്ലാ മേഖലയും ഒരു സ്പർശിച്ചുകൊണ്ടാണ് പ്രകടന പത്രിക മുന്നോട്ട് പോകുന്നത്. കടലിന്റെ മക്കൾക്ക് എന്നുള്ള സ്ഥാനം വന്നിട്ടുണ്ട്. ഇപ്പം UDFന്റെ പ്രകടനത്തിൽ സമാനമായ ക്യാപ്ഷനോടെ തന്നെയാണ് അവർ മുന്നിട്ടുണ്ട്. ബ്ലൂ ഇക്കോണമി നയത്തെ എതിർക്കും. നാം മുന്നോട്ട് വയ്ക്കുന്ന സമുദ്ര പരിഷ്കാരം കടലിന്മേൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഉടമസ്ഥാവകാശവും ആദ്യ വിൽപ്പനാവകാശം നൽകുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പരിഷ്കാരങ്ങൾ എത്രമാത്രം നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പരിശോധിക്കാൻ ഒരു കമ്മീഷൻ നിയമിക്കും. ഉൾനാടൻ മത്സ്യോത്പാദനം 2.3 ലക്ഷം ടണ്ണിൽ നിന്നും 3 ലക്ഷം ടണ്ണായി ഉയർത്തുന്നു ഇടതുപക്ഷം പറയുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ പവർ കട്ടില്ലാത്ത കാലം തുടരുന്നുള്ളത് ഏറ്റവും കൂടുതൽ ചർച്ചയായി, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നതാണ് പവർ കട്ടില്ലാത്ത കാലം തുടരുന്നത്. സ്വകാര്യവൽക്കരിക്കുന്ന നീക്കങ്ങളെ ചെറുക്കും. സൗരോർജ്ജ പദ്ധതികൾ ഇപ്പോഴുള്ള 1003 മെഗാവാട്ട് ഉൽപ്പാദന ശേഷി 2030 4000-5000 മെഗാവാട്ടായി വർദ്ധിപ്പിക്കും. 2000 മെഗാവാട്ട് പമ്പ്ഡ് സ്റ്റോറേജ് ശേഷി ആർജിക്കും. ട്രാൻസ്ഗ്രിഡ് 2.0 പദ്ധതി പൂർത്തീകരിക്കും. പ്രസരണ വിതരണ നഷ്ടം കുറയ്ക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഡിസൈൻഡ് സ്മാർട്ട് റോഡ്, ഇപ്പം നമുക്ക് ഗതാഗത രംഗത്തേക്ക് വരുമ്പോൾ ഡിസൈൻ സ്മാർട്ട് റോഡ് എന്ന് പറഞ്ഞിട്ട് 2017 മുമ്പിലെ BM and BC റോഡുകൾ ഉണ്ടായിരുന്നില്ല. അത് ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല പറയും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സർക്കാരിന് നേട്ടമായി പറഞ്ഞാണ് BMC റോഡ്.
ഇതിപ്പോൾ 30,000 കിലോമീറ്ററിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പം അത് പ്രധാനപ്പെട്ടായിട്ട് അത് വിപുലീകരിക്കുന്ന പറഞ്ഞത്. പിന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരളം ആവശ്യപ്പെടുന്ന ഒരു സാധനം, കേരളത്തിന്റെ ഈ ഒന്നാം കേന്ദ്ര സർക്കാർ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് അതിവേഗ റെയിൽപാത. അപ്പം അതിവേഗ റെയിൽപാതയും റെയിൽ ഗതാഗത ശൃംഖലയും, അതിൽ അതിവേഗ തെക്ക് വടക്ക് റെയിൽപാതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം തുടരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് കേരളയിൽ എന്നൊരു പേരുണ്ടായിരുന്നു, കേരളയിൽ നടപ്പിലാകുന്നതൊക്കെ വിവാദങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പം അതിവേഗ റെയിൽപാതയ്ക്കുള്ള ശ്രമം തുടരും. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ നടപ്പിലാക്കും. UDF പറഞ്ഞിട്ടുണ്ട് ഇതേ സാധനം. റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പോലുള്ള സംവിധാനങ്ങൾ നഗര മെട്രോയുടെയും പരമ്പരാഗത ദീർഘദൂരം റെയിലിന്റെയും ഇടയിലുള്ള വിടവ് നികത്താൻ സഹായിക്കും. അങ്കമാലി, എരുമേലി, ശബരിപാത സമന്വയം പൂർത്തീകരിക്കാൻ മുൻകൈ എടുക്കും. തലശ്ശേരി, മൈസൂർ, നിലമ്പൂർ, നഞ്ചൻകോട് എന്നീ പാതകൾ അനുവദിക്കുന്ന സമ്മർദ്ദം ശക്തിപ്പെടുത്തുന്നുണ്ട്. ഈ പദ്ധതികളൊക്കെ കാലങ്ങളായിട്ട് LDFന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ പരിഗണനയിലാണ്. അതിപ്പോൾ LDF വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് മുന്നോട്ട്. അതുപോലെ KSRTC പ്രവർത്തന ലാഭത്തിലാക്കുമെന്നും പറയുന്നുണ്ട്. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികൾ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ബ്രേക്ക് ഡൗൺ റേറ്റ് കുറയ്ക്കുന്നതിനും ഫ്ലീറ്റ് യൂട്ടിലൈസേഷൻ ഉയർത്തുന്നതിനുമുള്ള നടപടികൾ ശക്തിപ്പെടുത്തും. KSRTCക്ക് ബജറ്റിൽ നിന്ന് നൽകുന്ന പിന്തുണ തുടരുമെന്നും പത്രികയിൽ പറയുന്നുണ്ട്. അതുപോലെ ജലഗതാഗത പാതകളും വാട്ടർ മെട്രോയും അടുത്ത 5 വർഷത്തിനുള്ളിൽ ദേശീയ ജലപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ഗതാഗത യോഗ്യമാക്കുകയും ചെയ്യും. ദേശീയ ജലപാതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉൾനാടൻ ജലഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുമെന്നും പറയുന്നുണ്ട്. കൊച്ചി വാട്ടർ മെട്രോ ആലപ്പുഴ, കൊല്ലം, കൊടുങ്ങല്ലൂർ തുടങ്ങി മറ്റു മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. പിന്നെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും കാര്യമായിരുന്നത് കണ്ണൂർ വിമാനത്താവളത്തിന് ഇന്റർനാഷണൽ പോർട്ട് ഓഫ് കോൾ പദ്ധതി ഉറപ്പുവരുത്തും. കോഴിക്കോട് വിമാനത്താവള നവീകരണത്തിന് ആവശ്യമായ ഭൂമി ലഭ്യമാക്കും. ഇടുക്കി എയർ സ്ട്രിപ്പ് വികസിപ്പിക്കും. വയനാട് എയർ സ്ട്രിപ്പ് നിർമ്മിക്കും എന്നൊരു വാഗ്ദാനം വരുന്നുണ്ട്. വിഴിഞ്ഞം 2ാം ഘട്ടം പൂർത്തീകരിക്കും. കൊല്ലം, പൊന്നാനി, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങൾ നവീകരിക്കും. തീരദേശ ക്രൂയിസിനും ചരക്ക് ഗതാഗതത്തിനും ഉത്തേജമാക്കുന്നുണ്ട്. പിന്നെ ലോകോത്തര വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, നമ്മൾ നേരത്തെ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. നൂതന നൈപുണ്യം പോഷിപ്പിക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസം, നവകേരളത്തിന് ജനകീയാസൂത്രണം, ISO സർട്ടിഫിക്കേഷൻ, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ഇതിനൊക്കെ തന്നെ ISO സർട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മാലിന്യ സംസ്കരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ മാലിന്യ സംസ്കരണ മുന്നേറ്റം ഇതാക്കിക്കൊണ്ട് വ്യാപിപ്പിക്കലാണ് അടുത്ത കടമ. അതായത് കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ മാലിന്യ നിർമ്മാർജ്ജനം വ്യാപിപ്പിച്ച് കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. കേരളം ആദ്യത്തെ സമ്പൂർണ്ണ പാർപ്പിട സംസ്ഥാനം. ഇപ്പം തന്നെ 5 ലക്ഷം കുടുംബങ്ങൾക്ക് പിന്നെ ലൈഫ് മിഷൻ 2.0 കൊണ്ടുവരാൻ വേണ്ടി പോകണം. ഒരു വലിയൊരു വാഗ്ദാനമാണ്. ലൈഫ് മിഷനായിട്ട് ഭവന പദ്ധതികളായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും വരുന്നതാണ്. അപ്പോൾ വലിയൊരു വാഗ്ദാനം കൂടി മുന്നോട്ട് വരുന്നുണ്ട്. എല്ലാ വീടുകൾക്കും ശുദ്ധജലം പിന്നെ ലഭ്യമാക്കുന്ന ഉറപ്പുവരുത്തുന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ട്. സാർവത്രിക ആരോഗ്യ പരീക്ഷാ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ കാസ്പിലെ 42 ലക്ഷം ഗുണഭോക്താക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. അതുപോലെ ചികിത്സാ ചെലവ് പരിധി 5 ലക്ഷം രൂപയാണ്. ഇനിമേൽ പരിധിയില്ലാത്ത ചികിത്സാ ആനുകൂല്യം ലഭ്യമാക്കുന്നുള്ളൊരു വാഗ്ദാനമാണ് LDF മുന്നോട്ട് വെക്കുന്നത്. പിന്നെ പൊതുവിദ്യാഭ്യാസത്തിന് ഗുണമേന്മ, ശിശു സംഘൃതം, യുവജനക്ഷേമം, കായിക കേരളം, അങ്ങനെ സമഗ്രമായിട്ട് എല്ലാ സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ UDFന്റെ പ്രകടന പത്രികയിൽ നമ്മൾ കണ്ടിരുന്നു. അവൾക്കൊപ്പം എന്നൊരു പ്രത്യേക പദ്ധതി തന്നെ അവരും പറയുന്നുണ്ട്. ഇവിടെയും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സ്ത്രീകളുടെ വിപുലമായ പങ്കാളിത്തത്തോടു കൂടി ക്രൈം മാപ്പിംഗ് നടത്തുമെന്നാണ് പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിക്രമങ്ങൾ കുറയ്ക്കാനുള്ള പ്രാദേശിക പദ്ധതി തയ്യാറാക്കുമെന്നും പത്രികയിൽ പറയുന്നുണ്ട്. അതുപോലെ കുടുംബശ്രീ പുതിയ വിധാനത്തിലേക്ക് കുടുംബശ്രീയുടെ ബാങ്ക് ലിങ്കേജ് വായ്പകൾ 10 കോടി രൂപയിൽ നിന്ന് 20 കോടി രൂപയായി ഉയർത്തുമെന്ന് പറയുന്നുണ്ട്. അത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം. പിന്നെ ഭിന്നശേഷിക്കാരെ വിളിച്ചേർക്കുന്ന വികസനം പറയുന്നുണ്ട്. ഭിന്നശേഷി സമഗ്ര സർവേ നടപ്പിലാക്കുന്നതാണ് പറയുന്നത്. പിന്നെ പട്ടികജാതി ക്ഷേമം, പട്ടികവർഗക്ഷേമം, മറ്റു സാമൂഹ്യ വിഭാഗങ്ങളിൽ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളുന്ന ഒരു പിന്നെ പ്രകടനത്തിലാണ് വന്നിരിക്കുന്നത്. പ്രവാസികൾക്ക് വിജ്ഞാന സമ്പദ്ഘടന നിർമ്മാണത്തിൽ അത് നടത്തി വരുന്നുണ്ട്. നമുക്കറിയാം പ്രവാസി ലോക കേരള സഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നതാണ്. അതൊക്കെ പറയുന്നത്. മാധ്യമ സാക്ഷരത പറയുന്നുണ്ട്. മാധ്യമ സാക്ഷരത പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കും. മീഡിയ മോണിറ്ററിങ്ങിനും ഫാക്ട് ചെക്കിങ്ങിനും സ്വതന്ത്രമായ ഒരു സംവിധാനത്തിന് രൂപം നൽകും. പ്രാദേശിക ചാനലുകളെ കൂട്ടായ്മ പോലുള്ള ബദൽ മാധ്യമങ്ങൾക്ക് പിന്തുണ നൽകും. ബദൽ ന്യൂസ് പോർട്ടലുകൾ, സംഘടിതമായ സോഷ്യൽ മീഡിയ ഇടപെടൽ തുടങ്ങിയവയെല്ലാം ഇന്നത്തെ കാലത്ത് പ്രധാനമായി തീർന്നിരിക്കുന്നു. മാധ്യമ പദ്ധക ക്ഷേമനിധി, പത്രപദ്ധക പെൻഷൻ എന്നിവ കൂടുതൽ വിപുലവും ഫലപ്രദമാക്കുന്നു LDFന്റെ പത്രികയിൽ പറയുന്നുണ്ട്. അതുപോലെ പൊതുവിതരണം ശക്തിപ്പെടുത്തും. സഹകരണ മേഖലയെ അഴിമതിരഹിതമാക്കി ശക്തിപ്പെടുത്തും. പശ്ചിമഘട്ട ഭൂപ്രദേശങ്ങൾ പരിഷ്കരിക്കൽ തുടങ്ങിയ കാര്യങ്ങളും പശ്ചിമഘട്ട ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കൽ പ്രശ്നങ്ങൾ വരുന്നത്. 1964 ഭൂപതിവ് ചട്ടങ്ങൾ പ്രകാരം പതിച്ചു നൽകിയ ഭൂമി കൃഷിക്കും വീട് വയ്ക്കുന്നതിനും അല്ലാതെ ഉപയോഗിച്ച് സാധൂകരിക്കുന്ന ചട്ടങ്ങൾക്ക് സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. സ്ലാബ് അടിസ്ഥാനത്തിൽ ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുന്നത്. അപ്പം എനിക്കൊന്ന് പശ്ചിമഘട്ട താമസക്കാർക്ക് വലിയൊരു ആശ്വാസമാകുന്ന കാര്യങ്ങളായിരുന്നു. വനങ്ങൾക്ക് സമ്പൂർണ്ണ സംരക്ഷണം നൽകും. അതായത് അവശേഷിക്കുന്ന വനങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുമെന്നും ആവാസ വ്യവസ്ഥ പരിപാലന രീതി സ്വീകരിക്കുമെന്നും എല്ലാ സംരക്ഷിത വനമേഖലകളിലേക്കും കോർ സോണിന് ചുറ്റും ഒരു ബഫർ സോൺ ഉണ്ടാക്കുകയും അവിടെ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയും ചെയ്യുമെന്നും ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങളും മറ്റും കർശന നിയന്ത്രണത്തോടെ 3ാമത്തെ സോണായ ഔട്ടർ സോണിലെ അനുവദിക്കുമെന്നും പത്രികയിൽ പറയുന്നുണ്ട്. അതുപോലെ പരിസ്ഥിതി സൗഹൃദ കേരളം കാലാവസ്ഥാ വ്യതിയാനങ്ങളോട് പൊരുത്തപ്പെടുകയും അവയെ നേരിടാൻ പ്രതിരോധ ശേഷി കൈവരിക്കുകയും ചെയ്യുന്ന അനുകൂല തന്ത്രമാണ് കേരളം സ്വീകരിക്കുന്നത്
കുറയ്ക്കുക, പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഏറ്റവും ദുരന്ത നിവാരണം, ദുരന്ത പ്രതികരണ ശേഷി വർദ്ധിപ്പിക്കാൻ പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കാളിത്തത്തോടെ ബഹുതല അപകട മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കും. ഇപ്പം തന്നെ നമുക്കറിയാം, നമുക്ക് പല ദുരന്തങ്ങളും വരുന്നതാണ്. നമ്മൾ കേരളത്തിന്റെ ഒറ്റക്കെട്ടായ നിയമം അതിനൊക്കെ വരുന്നുണ്ട്. പിന്നെ വാണിജ്യ മിഷൻ, നഗരവൽക്കരണ നയം, ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കും, അഴിമതിരഹിത സദ്ഭരണം, പ്രത്യേക പാക്കേജുകൾ ഇടുക്കി, വയനാട്, കാസർഗോഡ്, കുട്ടനാട് പാക്കേജ്, അങ്ങനത്തെ പാക്കേജുകൾ തുടരുന്നുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ പൂർത്തീകരിക്കുന്ന വലിയൊരു വാഗ്ദാനം കൂടി വരുന്നുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട ഇടത്താവളങ്ങൾ, മാസ്റ്റർ പ്ലാൻ തുടങ്ങിയവ അടുത്ത 5 വർഷങ്ങളിൽ പൂർത്തീകരിക്കും. പൈതൃക മൂല്യമുള്ള പ്രധാനപ്പെട്ട അമ്പലങ്ങൾ പഴമയിൽ സംരക്ഷിക്കുന്നതിനും പദ്ധതി തയ്യാറാക്കി നടപ്പാക്കും. പമ്പാ നദി മാലിന്യമുക്തമാക്കാനും ക്ലീൻ പമ്പ പദ്ധതി നടപ്പാക്കാനും ദേവസ്വം ബോർഡിന്റെ ചേർന്ന് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ മതനിരപേക്ഷതയെ മുറുകെ പിടിക്കും. അതായത് ഇന്ത്യ രാജ്യത്ത് ഇന്ന് ന്യൂനപക്ഷങ്ങൾക്കും ജനാധിപത്യപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കും ഏറ്റവും സുരക്ഷിതമായ പ്രാദേശികമായി കേരളത്തെ നിലനിർത്താൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന്റെ തത്വനിഷ്ഠമായ നിലപാടിന്റെ ഭാഗമായാണെന്നൊക്കെ പറഞ്ഞ് അതായത് മതനിരപേക്ഷതയെ മുറുകെ പിടിക്കുമെന്നുള്ള നയങ്ങളും വരുന്നുണ്ട് അതിൽ വെക്കുന്നത്. പിന്നെ ധനകാര്യ തന്ത്രമാണ് 6ാമത്തെ ഇതായിട്ട് വരുന്നത്. സാമൂഹ്യക്ഷേമ ചെലവുകളുടെ വർധനയ്ക്കൊപ്പം മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള ധനകാര്യ തന്ത്രങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അനാദൃശ്യമായ വികസന മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവർ അതിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ സമസ്ത മേഖലയ്ക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ളൊരു വാഗ്ദാനമാണ് വരുന്നത്. 60 പരിപാടികൾ വരുന്നത് 60 ഇന പരിപാടികളാണ്. അപ്പം അത് വരുന്നതിൽ ഇപ്പം നമുക്കറിയാം, വികസനങ്ങൾ റെയിൽവേ ആയാലും പിന്നെ വിമാനത്താവളങ്ങളായാലും എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടാണ്. 1 വർഷം കൂടി ലഭിച്ചാൽ തുടർച്ചയായി 15 വർഷം ഭരിക്കുക, അങ്ങനെ വന്നാൽ കേരളത്തിലേക്ക് സമസ്ത മേഖലയും സ്പർശിക്കാൻ പറ്റുന്നതിന്റെ ടൂറിസം ഉൾപ്പെടെയുള്ളതാണ് LDF മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ UDFന്റെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാൽ തന്നെ സർക്കാരിന് അധികാരം ലഭിച്ചാൽ ഇത് ഏതൊക്കെ നടപ്പിലാക്കുമെന്നതും അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും രണ്ട് ഇടതുപക്ഷവും പിന്നെ UDFും LDFും മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളൊക്കെ മോഹിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ളതാണ്. നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം.